നമ്മുടെ വീടിന്റെ ചുറ്റും നിറയെ വീടുകളായതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ പടക്കവും പൂത്തിരിയൊന്നും മേടിക്കേണ്ട, മുറ്റത്തോട്ട് ഇറങ്ങി നിന്നാ മതി കേട്ടോ. നേരം വെളുക്കുന്ന വരെ പടക്കം പൊട്ടിന് പാട്ട് പറഞ്ഞിട്ടോ. അങ്ങനെ ആ ദിവസം തീർന്നു. സഡൻലി ഒരു മഴ, മുന്നറിയിപ്പൊന്നും ഇല്ലാതൊരു മഴ. വിഷുവിന്റെ പിറ്റേ ദിവസം ഇവിടെ ഭയങ്കര മഴ പെയ്തിട്ടോ വൈകുന്നേരം. ആ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് പുറത്തെ ജോലികളൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ആ ദിവസം കഴിഞ്ഞു. എന്താ രാവിലെ വെയിലത്ത് പരിപാടിയല്ലേ? 10-11 മണിയായിട്ട് നല്ല വെയിലുണ്ട്. പക്ഷെ നമ്മുടെ വീടും കോമ്പൗണ്ടും ഒക്കെ വലുതാണെങ്കിലും എവിടെ കൊണ്ട് ക്യാമറ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒരു ഇരുളിമ വരുവാണ്. എനിക്കറിയത്തില്ല എന്ത് ചെയ്യണമെന്ന് ആ രീതിക്ക്. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഇവിടെ വലിയ കുഴപ്പമില്ല, കുറച്ചൊരു വെട്ടമൊക്കെ മുഖത്തേക്ക് അടിക്കുന്നുണ്ട്. അപ്പൊ നോക്കുമ്പോൾ ഭയങ്കര വെയിൽ. അപ്പൊ തൊപ്പിയൊക്കെ വെച്ചിട്ട് നമുക്ക് കുറച്ച് ഷോർട്ട് വീഡിയോസ്, നമ്മുടെ പ്രൊഡക്റ്റുകളെ കുറിച്ചുള്ള കുറച്ച് ഷോർട്ട് വീഡിയോസ് ഒക്കെ എടുക്കുക എന്നുള്ളതായിരുന്നു എന്റെ ഉദ്ദേശം. അപ്പൊ നല്ല വെയിലോട്ടോ. ഇനിയിപ്പോ ഇവിടെ നിന്ന് മാറി വേറെ എവിടെയെങ്കിലും ഒക്കെ ക്യാമറ വെച്ച് തന്നെ നമ്മൾ കുറെ സമയം പോകും. അങ്ങനെയാണ് എവിടെ വെച്ചാലും ഒറ്റപ്പെട്ടതാണല്ലോ. അതുകൊണ്ട് പിന്നെ എല്ലാം ഒരേ വട്ടം നോക്കണം, പോയി എടുക്കണം, എന്നിട്ട് അത് ശരിയായോ നോക്കണം. അപ്പൊ നോക്കുമ്പോ ഇരുട്ട് വന്നിട്ടുണ്ടാവും മുഖത്തേക്ക്. അങ്ങനെ അപ്പൊ പിന്നെ അത് മാറ്റി. അങ്ങനെ ഇതിപ്പോ എത്രാമത്തെ വട്ടം എടുക്കും. നിങ്ങൾ എനിക്ക് വയ്യ വെയിലത്ത് വെക്കാൻ. ഇനി നമുക്ക് വല്ല തള്ളത്തും പോയിട്ട് ഷൂട്ട് ചെയ്യാം. വേറെ കുറെ പ്രൊഡക്റ്റുകളുടെ കൂടി നമുക്ക് ഇപ്പൊ വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ട്, ഷോർട്ട് വീഡിയോസ് ഇട്ടാ. എന്തായാലും ഞാൻ ഒത്തിരി വീഡിയോസ് ഇന്ന് തന്നെ ഷൂട്ട് ചെയ്തിട്ടോ. അപ്പൊ എന്തൊക്കെയാ ഞാൻ ഷൂട്ട് ചെയ്തെന്നുള്ള ചെറിയൊരു ഇത് ഞാൻ കാണിച്ചു തരാട്ടോ. ക്ലിപ്പ് ഞാൻ എടുത്ത് കാണിച്ചു തരാട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ നേരെ കയറി പോയി വീട്ടിലെ ഉള്ളിലെ ജോലികളായ. നമ്മൾ ലേഡീസിനെ സംബന്ധിച്ച് നമ്മൾ പുറത്തൊക്കെ പോയി കഴിയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഒബ്സർവ് ചെയ്യുന്ന മറ്റ് ലേഡീസിനാണല്ലേ. അപ്പൊ നമ്മൾ എന്തൊക്കെയാ ശ്രദ്ധിക്കുക, അവർ എന്ത് തരം ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്, എന്തൊക്കെ ആഭരണങ്ങളാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്, അതുപോലെ തന്നെ അവരുടെ മുഖമൊക്കെ ക്ലിയർ ആണോ, സ്കിന്നൊക്കെ എങ്ങനെയുണ്ട്, ഇങ്ങനത്തെ കുറെ 100 കാര്യങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വായി നോക്കുന്ന മറ്റ് ലേഡീസിനാണല്ലേ. ഞാനൊക്കെ അങ്ങനെയാണ് കേട്ടോ. നിങ്ങൾ പലരും അങ്ങനെ തന്നെയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്റെ കൂട്ടുകാരികളൊക്കെ ഇത് പറയാറുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ പുറത്ത് പോകുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയൊരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് തന്നെ അത്യാവശ്യം മുഖക്കുരു ഒന്നും ഇല്ലാത്തൊരു മുഖം, അതുപോലെ സ്കിന്നൊക്കെ നല്ല ചുടുവൊന്നും ഇല്ലാതിരിക്കാം. അങ്ങനെയാണെങ്കിൽ തന്നെ നമ്മൾ ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതാ ഈ ഒരു ബ്യൂട്ടി ഓയിൽ കണ്ടോ, കസ്തൂരി മഞ്ഞളും കോക്കനട്ട് ഓയിലും അതുപോലെ 8 ആയുർവേദ മരുന്നുകളും ചേർത്ത് ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ ഇതിന്റെ കൂടെ ചേർക്കുന്നുണ്ട്. അങ്ങനെ മനോഹരമായിട്ട് നമ്മൾ വീട്ടിൽ തയ്യാറാക്കിയിരിക്കുന്ന ഈ ഒരു ആയുർവേദ ഓയില് നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കിക്കോളൂ. വേറെ ലെവലാവും നിങ്ങളുടെ മുഖം. അതുപോലെ സോഫ്റ്റ് ആയിട്ട് ചുളിവുകളൊക്കെ മാറി നല്ലൊരു ഗ്ലോ ഒക്കെ കൂടി ഒരു നിറമൊക്കെ കൂടി ആ ഒരു രീതിയിലേക്ക് നിങ്ങളുടെ സ്കിന്ന് മാറാൻ തുടങ്ങും. അപ്പൊ മറക്കണ്ട, ഈ ഒരു ബ്യൂട്ടി ഓയില് ഒരു ബ്യൂട്ടി മസാജ് ഓയിലാണ് കേട്ടോ. ഇത് മുഖത്ത് മാത്രമല്ല കഴുത്തിലും ബോഡിയിലും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ ഇപ്പൊ തേച്ച് കഴിഞ്ഞിട്ട് 2 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ നമുക്കൊന്ന് കഴുകി കളഞ്ഞാൽ മതി. ഇല്ല രാവിലെ തേച്ചിട്ട് വൈകുന്നേരം കഴിയാൽ കുഴപ്പമൊന്നുമില്ല. ചില ദിവസങ്ങളിലൊക്കെ ഞാനിത് മുഖത്ത് വെച്ചിട്ട് പില്ലോയിൽ നല്ല കട്ടിയിലായിട്ട് ഇറക്കിയിടും. കുറച്ച് കഴിയുമ്പോൾ ഇതങ്ങ് അബ്സോർവ് ആകും മുഖത്തേക്ക്. പിറ്റേ ദിവസമൊക്കെ കഴുകി കളയുന്നത്. ആ ഒരു രീതിയിൽ അടിപൊളിയാണ് കൂട്ടുകാരെ. എന്തായാലും നിങ്ങളുടെ സ്കിൻ അത്രയും ടോട്ടലി ചേഞ്ച് ആവുമെന്ന് ഞാൻ ഉറപ്പ് പറയാം. യാതൊരു കെമിക്കലും ചേർക്കാതെ അത്രയും പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ റെഡിയാക്കിയിരിക്കുന്ന ഒരു ബ്യൂട്ടി മസാജ് ഓയിലാണ്. അപ്പൊ ഇന്ന് മുതൽ യൂസ് ചെയ്ത് നോക്കിയുള്ളൂ. ഒത്തിരി റേറ്റും കാര്യങ്ങളൊന്നുമില്ല. ഒരു ബോട്ടിൽ മേടിച്ചാൽ ഒത്തിരി നാളത്തിന്, വളരെ കുറച്ച് അളവിൽ നിങ്ങൾ എടുത്താൽ മതി. ഒത്തിരി നാളത്തേന് നമുക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇതാ എന്റെ ഈ ഒരു വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഇപ്പൊ തന്നെ ഒരു മെസ്സേജ് ഇട്ടോളൂ, അല്ലെങ്കിൽ നമ്മുടെ കാറ്റലോഗിൽ കയറി നോക്കിക്കോളൂ. ഇത് മാത്രമല്ല ഇതുപോലെ 100 പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് ഉപകാരമുള്ള ഒത്തിരി പ്രൊഡക്റ്റുകൾ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാം കണ്ടും കേട്ടും ഇഷ്ടമുള്ളതൊക്കെ മേടിച്ചിട്ട് നമുക്ക് ടാറ്റ പറഞ്ഞു പോകാം. അപ്പൊ വേഗം വായോ എന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക്. വാ. അശ്വം പോണം നോക്കി അവിടെ കുറെ നേരം ജനലിൽ പോയിരിക്കും. പിന്നെ ഇവിടെ വന്നിട്ട് റെസ്റ്റ് ഉണ്ട് കേട്ടോ. അതിന് മനസ്സിലാവും അശ്വം പോയി എന്നുള്ളത് കേട്ടോ. പിന്നെ അതിനറിയാം ഞാനിപ്പോ മിറ്റടിക്കാൻ വേണ്ടി ഇറങ്ങും. ഗേറ്റ് ഒക്കെ അടച്ച് അങ്ങനെ വരുള്ളൂ. അതുവരെ ഇവിടെ റെസ്റ്റിംഗ് പീസിൽ അങ്ങനെ കിടക്കും കേട്ടോ നമ്മുടെ വിലോക്കിച്ച്. ഇന്ന് ഇതിനെയൊന്ന് കുളിപ്പിക്കാൻ കൊണ്ടുപോകേണ്ട സമയമായിട്ടുണ്ട്. പക്ഷെ സൺഡേ ഇനിയിപ്പോ ബുക്ക് ചെയ്തിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അച്ഛനും കൂടി ഉള്ളപ്പോഴേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അങ്ങനെ ഇതിൽ വിരകി നടന്ന് 2ാമത്തെ കിച്ചണിൽ പോയിട്ട് അടുപ്പത്തറയില്, അത് പൂച്ചകളുടെ ജന്മസ്വഭാവമാണെന്ന് തോന്നുന്നു. ഞാൻ വിറകടുപ്പ് കത്തിക്കുന്നുണ്ടല്ലോ 2ാമത്തെ അടുക്കളയിൽ. അവിടെ പോയി ആ ചാരത്തിലൊക്കെ കയറി നിരങ്ങി വിരകി നടക്കും. പിന്നെ ഈ വീട്ടിലൊരു കുഞ്ഞു ഉറുമ്പോ പാറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ പിടിക്കാൻ വേണ്ടി ഈ വീട് മൊത്തം പരതി നടക്കും. സെക്യൂരിറ്റി അങ്ങനെയാണ്. അതാ ഓടുന്നുണ്ട്.
കുറെ നേരം വീട്ടിൽ ഉള്ളിലെ ജോലികൾ കഴിയുമ്പോൾ ഞാൻ നേരെ പുറത്ത് വരും. അവിടെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാം. വിഷുവിന്റെ വെടി പൊട്ടിയൊരു ഭയങ്കര വിഷുവിന്റെ ആഘോഷം കഴിഞ്ഞിട്ടില്ല കേട്ടോ നമ്മുടെ നാട്ടില്. ഞങ്ങളുടെ നാട്ടുകാർ ഭയങ്കര ഹാപ്പിയാണ്, ഓവർ ഹാപ്പിയാന്ന് എനിക്ക് തോന്നേ. വിഷു കഴിഞ്ഞാലും വെടി പൊട്ടിച്ച് പടക്കം പൊട്ടിച്ച് അങ്ങനെ. അപ്പോൾ നമ്മുടെ ഡോഗ്സിന് ഭയങ്കര പേടി. അയറയ്ക്കല്ല, ഡിയോണയ്ക്ക് ഭയങ്കര പേടിയാണ്. അത് രണ്ടിനെയും കൂടി ഞാൻ ഇന്നലെ അഴിച്ചു വിട്ടില്ല. ഡിയോണേനെ മാത്രം ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ രാത്രി അഴിച്ചു വിടുന്നത്. കാരണം ഡിയോണയ്ക്ക് പേടിച്ചിട്ട് എവിടെയെങ്കിലും ഓടി ഓരോ പടക്കം പൊട്ടുമ്പോഴത്തേക്കും അത് ജീവനം കൊണ്ട് ഓടും, എല്ലാം തട്ടിമറിച്ചിടും. പക്ഷെ അയറയ്ക്ക് ഒരു പേടിയില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും, അയറ ഈ ഡിയോണേനെ ഓടിച്ചു നടക്കും. അപ്പൊ അതിന് സമാധാനമായിട്ടൊന്ന് പേടിച്ചിരിക്കാൻ കൂടി സമ്മതിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ അയറേനെ അഴിച്ചു വിട്ടില്ല. രാത്രി 3-4 ദിവസമായിട്ട് നോക്കി ഇത് രാത്രി പേടിച്ച് ഓടിയിട്ട് എല്ലാം തട്ടിമറിച്ചിടുന്നത്. പാവം തോന്നൂട്ടോ. നമ്മൾ ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും അങ്ങോട്ട് നമ്മളെ വന്ന് പൂണ്ട് കെട്ടിപ്പിടിക്കുക. ഈ പിള്ളേരൊക്കെ അമ്മമാരെ പേടിച്ചിട്ട് കെട്ടിപ്പിടിക്കും പോലെ കുറേ നേരം ഞങ്ങൾ അടുത്തിരുന്ന് തൂത്തൊക്കെ കൊടുക്കും. പേടിക്കണ്ടെന്ന് പറയാം. അതിന് ഓരോ പടക്കം പൊട്ടിക്കുമ്പോൾ അത് ജീവനം കൊണ്ട് ഓടും കേട്ടോ. ഭയങ്കര പേടിയാണ്. അങ്ങനെ ഇത് നമ്മൾ സെയിൽ ചെയ്യുന്ന ചെടിയാണ് കേട്ടോ കൂട്ടുകാരെ. ഞാൻ പറഞ്ഞില്ലേ റിപ്സാലിസ് എന്ന് പറയുന്നത്. ഇത്രയും വലിയ ചെടികളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. ഈ ഒരു ചെടിച്ചട്ടിയോടുകൂടി തന്നെയാണ് ഞാൻ സെയിൽ ചെയ്യുന്നത്. ഇതുകൊണ്ട് വെയിലത്തോട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് നല്ല ചുമന്ന കളറിൽ അങ്ങനെ കിടക്കും കേട്ടോ. വലിയ ചെടികളാണ് നമ്മൾ അങ്ങനെ സെയിൽ ചെയ്യുന്നത്. ആവശ്യമുള്ളവർ മേടിച്ചോട്ടോ. റിപ്സാലിസ് എന്ന് പറയുന്നത് ഇതൊക്കെ സെയിലിനുള്ളതാണ്. ഇത്രയും വലുതാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. അടിപൊളിയാണ് കൂട്ടുകാരെ. ഇത് ഇതിപ്പോ വളരാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ പെട്ടെന്ന് വളർന്ന് പോകാതിരിക്കാൻ വേണ്ടി ഞാനിങ്ങനെ ഇച്ചിരി തണലത്തോട്ട് ഹാങ് ചെയ്തേക്കണേ. ഇത് വെയിലത്തോട്ട് ഇട്ട് കഴിഞ്ഞാൽ പിടിച്ച നല്ല ചെടികളാണ്. ഈ ചെടി തന്നെ കുറെ നാളത്തേക്ക് നമുക്ക് വെക്കാം. അങ്ങനെയാണ് ആ ചെടി നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെയൊക്കെ ഒത്തിരി ചെടികൾ നമ്മൾ സെയിൽ ചെയ്യുന്നത് പൂത്ത് നിൽപ്പുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ വിഷച്ചെടിയാണ്, ഭയങ്കര വിഷം. പണ്ടൊരു കൊച്ചെന്തോ ഫോൺ വിളിച്ചോണ്ടിരുന്ന് പോയ ഇല കടിച്ചില്ലേ, അതിന്റെയൊക്കെ വേറെ ഒരു വേർഷനാണ് ഇത്. പക്ഷെ നല്ല ഭംഗി ഇതിന്റെ പൂ. അതുകൊണ്ട് ഇത് കുറെ ഇങ്ങനെ നമ്മുടെ പറമ്പേക്കിലൊക്കെ നിൽപ്പുണ്ട്. നല്ല ഭംഗിയായതുകൊണ്ട് ഞാനത് കുറേയൊക്കെ വെട്ടിക്കളയും. ഭയങ്കരമായിട്ട് ഓർത്ത് പിടിച്ച് നിറച്ചും പൂക്കളുണ്ടാവും. പക്ഷെ ഇത് ഡേഞ്ചർ ചെടിയാ, പോയിസണാ. ഇതാണ് നമ്മുടെ ഡിയോണക്കുട്ടി. അതിന് കണ്ണു കണ്ടോ പേടിച്ച് വീഴ്ചയിരിക്കുന്ന. രാവിലെയും കുറച്ച് പടക്കം പൊട്ടിയിട്ടുണ്ടായിരുന്നു. പേടിക്കണ്ട കേട്ടോ കൊച്ചു, പേടിക്കണ എന്തിനാ? പേടിക്കണ്ട കേട്ടോ, അമ്മയുണ്ടല്ലോ, പേടിക്കണ്ട കേട്ടോ. ഇതിങ്ങനെ പരാക്രമം കൊണ്ട് ഓട്ടോ പേടിച്ചിട്ട് പടക്കം പൊട്ടുമ്പോഴത്തേക്ക് ഈ പറമ്പ് വീട് മുഴുവൻ ഇത് ജീവനം കൊണ്ട് ഓടുക പാവങ്ങള്. അയരയ്ക്ക് ഒരു പേടിയില്ല, ഡിയോണയ്ക്കാണ് ഇത്രയും പേടി. ഒരു രക്ഷയില്ല, പേടി. ഡിയോണക്കുട്ടിയെ പേടിക്കണ്ട കേട്ടോ മുത്തേ വാ കേട്ടോ. നോക്കുന്നുണ്ട്, അതിന് അപ്പടി വെപ്രാൾ. ആ ഭാഗത്തു നിന്നാണ് മുഴുവൻ പൊട്ടുന്നത്. ഇങ്ങനെ എന്നിട്ടും അതിങ്ങനെ വാലാട്ടിക്കൊണ്ട് നോക്ക്. അതിനിപ്പോഴും നന്ദി സ്നേഹമാണ് നമ്മളോട്. പക്ഷെ മുഴുവൻ ഫിയറ. പേടിക്കണ്ട വാ പോരെ, വാ പേടിക്കണ്ട, വാ ഒന്നും പറ്റൂല, വാ. ഇതിങ്ങനെ പറമ്പ് മുഴുവൻ ഓടി നടക്കുക, പേടിച്ചിട്ട് വീട് മുഴുവൻ ഓടി നടക്കുക. അപ്പൊ ആ അയറയാണെങ്കിൽ സൗകര്യം കൊടുക്കത്തില്ല, ഇതിനെ ഓടിച്ചോണ്ട് നടക്കും. അതുകൊണ്ട് ഞാനിപ്പോ അയറനെ പൂട്ടിട്ടേക്കുക. കുറേ ചെമ്പരത്തി നടുന്നുണ്ട് കേട്ടോ, നട്ട് വളർത്തുന്നുണ്ട്. നല്ല രസമല്ലേ ചെമ്പരത്തി പോവില്ലല്ലോ, ചെടി പോകത്തില്ലല്ലോ. അതുകൊണ്ട് ഒത്തിരി ചെമ്പരത്തികൾ ഞാൻ നടുന്നുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് നമുക്ക് കോഴീനെ പോയി അഴിച്ചു വിടണം. ആദ്യം തന്നെ ഞാനിപ്പോ അതിന് എല്ലാ ദിവസവും കൂട്ടിലിട്ട് പൂട്ടിയിടും. ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ കോഴി വാലൻ എന്നാ പറയുന്നത്. നല്ല രസമല്ലേ, കോഴീന്റെ വാല് പോലെ കിടക്കുന്നുണ്ടായിരിക്കും. നല്ല രസമല്ലേ അതിന്റെ പൂ കാണാന്. എന്ത് രസമല്ലേ, കമ്പൊടിച്ച് കുത്തിയിട്ടുണ്ടെങ്കിൽ നിറച്ചുണ്ടാവും കേട്ടോ. അങ്ങനെയാണ്, നല്ല രസം. എനിക്ക് ഭയങ്കര ഇഷ്ടം. നമ്മുടെ ഒരു നൊസ്റ്റാൾജിയ ചെടിയാ. പണ്ട് നമ്മുടെ സ്കൂൾ സമയത്തൊക്കെ ഇതേപോലത്തെ കുറെ നാടൻ ചെടികളല്ലേ നമ്മുടെ ഒക്കെ വീട്ടിലുണ്ടായിരുന്നത്. അതിൽപ്പെട്ട ഒരെണ്ണം. ഇതൊക്കെ സ്വന്തം പിന്നെ മുളച്ച് കിട്ടുന്ന കപ്പളമാണ്. കുറെ കപ്പളം ഇങ്ങനെ പപ്പായ എന്ന് പറയുന്നത് ഇത് മുളച്ച് കിട്ടുന്നുണ്ട് കേട്ടോ. നടുന്നത് കൂടാതെ നമ്മൾ ഈ വേസ്റ്റ് എല്ലാം ഇങ്ങോട്ട് കൊണ്ടിടുന്നോണ്ട്, കോഴിക്ക് തിന്നാൻ കൊണ്ടിടുന്നോണ്ട് ഈ ഭാഗത്തേക്ക് കുറെ ഇങ്ങനത്തെ പച്ചക്കറികൾ സ്വന്തം മുളച്ച് വരുവേ. ഇത് ഇവിടെ ഈ കോഴിക്കോട് തുറക്കാൻ എനിക്ക് നിറയെ കോഴികളുണ്ടായിരുന്നു കേട്ടോ. 13 കോഴി ഉണ്ടായിരുന്നേ. ഇപ്പൊ പോയി ഒരെണ്ണമായി. എല്ലാം അയറ പിടിച്ച് ഇപ്പൊ പൂ മാത്രമേ ഉള്ളൂ. എനിക്ക് ഇവിടെ വന്നൊന്ന് കൂട് തുറക്കാൻ പേടി. എന്താണെന്നോ, ഇത് കണ്ടോ നിറയെ തേങ്ങ വിളഞ്ഞിട്ട് ഇത് എപ്പോഴാണ് എല്ലാം കൂടി പൊട്ടി ഞാൻ കൂട് തുറക്കാൻ വരുമ്പോ എന്റെ മുറുകത്തോട്ട് വീഴുന്നതെന്ന് പേടിയാ. ഇനിയിപ്പോ ഈ ഞായറാഴ്ച ആകുമ്പോഴത്തേക്ക് ഇത് വെട്ടിച്ചിടണം അശ്വിനെ കൊണ്ട്. ഏകദേശം മൂത്തും തോന്നും മൊത്തം. അങ്ങനെ നമ്മൾ പൊതിച്ചു വെച്ചാൽ പെട്ടെന്ന് ശരിയാവും. പൊതിക്കാതെ ഇങ്ങനെ ഇതെല്ലാം വെട്ടി താഴെ ഇട്ടേക്കുവാണെങ്കിൽ വിറ്റ് തോണ്ടിട്ട് നമുക്ക് ഓരോന്നോരോന്ന് പൊതിച്ചാൽ കുറെ കാലത്തെ നമുക്ക് എടുക്കുകയും ചെയ്യും. എല്ലാം വിളഞ്ഞിട്ടുണ്ട് നന്നായിട്ട്. അപ്പൊ ഇത് സ്വന്തം എപ്പോഴാ പിടച്ച് വീഴുകയെന്ന് പറയാൻ പറ്റില്ല. ഭാരം താങ്ങാൻ പറ്റാത്ത നിറയെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ഇവിടെ ഈ കോഴിവളമൊക്കെ കിട്ടുന്നോണ്ട് നന്നായിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് എന്തായാലും കൂട് തുറന്നേക്കാം. മിട്ടു എന്നാട്ടോ ഇത് ഞാൻ പേരിട്ടേക്കണേ. തൊട്ട് നമ്മുടെ തത്തക്കുഞ്ഞ്. ഇത് മിട്ടു എന്ന് മനസ്സിലാവുന്നുണ്ടോന്ന് അറിയില്ല പേര്.
വാ. ഭാര്യമാരില്ലാത്തതുകൊണ്ട് ഭയങ്കര വിഷമാ. ഞാൻ കുറേ അന്വേഷിക്കുന്നുണ്ട്, നാടൻ കോഴിനെ തന്നെ കിട്ടണല്ലോ. പക്ഷെ പെടക്കോഴീനെ നാടനെ കിട്ടാനേ ഇല്ല. ഞാൻ ഒത്തിരി അന്വേഷിക്കുന്നുണ്ട്. ഇതിന് ഭാര്യമാരില്ലാത്തതുകൊണ്ട് ഭയങ്കര വിഷമാ. ഭാര്യമാരെ കിട്ടിയ ഫുൾ പീഡനാ, എന്നാലും സങ്കടമാ ആരും ഇല്ലാത്തതുകൊണ്ട്. ഇതിന്റെ വാലെല്ലാം നമ്മുടെ ഹൈറമൂള് കടിച്ച് ഇതിൽ പിടിക്കാൻ വേണ്ടി ഓടിച്ച് കടിച്ച് പറിച്ച് മൊത്തം കളഞ്ഞു. അങ്കവാലൊക്കെ ഉണ്ടായിരുന്നു, നല്ല ഭംഗിയായിരുന്നേ. ഇപ്പൊ അതെല്ലാം പോയിട്ട് വികലാംഗനായിട്ട് നടക്കുന്നത്. വാ മുത്തേ, അമിന്റെ മുത്തേ, അമിന്റെ മുത്തേ. എന്താടാ, എന്തിനിങ്ങനെ പേടിക്കണപ്പാ? വാ പോരമാ. എങ്ങോട്ട് ഓടുന്നേ? പേടിച്ചിട്ട് എന്റെ കണ്ണ് മത്തങ്ങ പോലെ ഇരിക്കുന്നു. അല്ലെ നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചോണ്ടിരുന്ന. ഞാൻ കുറച്ച് പച്ചക്കറി വിത്തൊക്കെ നട്ടേക്കുന്നതാണ്. നമ്മുടെ ഇലക്കറികളൊക്കെ എല്ലാം മുളച്ച് നിൽപ്പുണ്ട്. എന്റെ ഇംഗ്ലീഷ് ഐവി നന്നായിട്ട് ഭംഗിയായിട്ട് കയറി പോകുന്നുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് മുളയ്ക്ക് വിടാം. ഇത് മുകളിൽ കണ്ടോ വേറെ ഒരു നല്ല ചെടി, ഇലച്ചെടി. ഇതിന്റെ തൈകൾ നമ്മളിപ്പോ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഇലച്ചെടിയുടെ ആവശ്യമുള്ളവർ മേടിച്ചോളൂ കേട്ടോ. ഇതിന്റെ തൈകൾ കാണിച്ചു തരാം. ഇത് നമ്മൾ സെയിൽ ചെയ്യുന്ന മരമുല്ലയാണേ, അടിപൊളിയാട്ടോ. ഇത് നല്ല റംബൂൺ ക്രീപ്പറിന്റെ തൈകളാണേ. ഇത് കണ്ടോ, നല്ല ഭംഗിയുള്ള നമ്മുടെ ബ്ലീഡിംഗ് ഹാർട്ടിന്റെ തൈകള്. ഇത്രയും വലിയ തൈകളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. അങ്ങോട്ടേക്കൊക്കെ നമുക്ക് ഇതാ കമേലിയുണ്ട്, അങ്ങനെ പറയണം. ഇതാണ് ആ സെയിം ചെടിയുടെ നമ്മുടെ ആ ഒരു വേര് പിടിച്ചിങ്ങനെ എല്ലാം പടർന്നു കയറുന്ന നല്ല വെറൈറ്റി ഇലകളുള്ള ആ ചെടിയാണ് ഇത്. ഇത് നമ്മുടെ ഡിസംബർ ലേഡിയാണ്. ഡിസംബർ ലേഡി അടിപൊളിയാണ് കേട്ടോ പൂക്കള്. ഇത് നമ്മുടെ അവക്കോട തൈകളാണ്. ഇത്രയും വലിയ തൈകളാണ് സെയിൽ ചെയ്യുന്നത്. ആവശ്യമുള്ളത് മേടിച്ചോട്ടോ. അതെ ഇത് കണ്ടോ, വലിയ വലിയ തൈകളാണ് നമ്മൾ ഏകദേശം എല്ലാം തന്നെ സെയിൽ ചെയ്യുന്നത് കേട്ടോ. ഇത് നമ്മൾ നേരത്തെ കണ്ടില്ലേ കോഴിവാലൻ, അതിന്റെ ഹാങ്ങിങ് ടൈപ്പാണ്. നല്ലതാട്ടോ. ചെടിച്ചട്ടി ഹാങ് ചെയ്തിട്ട് ഇതുപോലെ നല്ല കോഴിവാലൻ പൂക്കള് അതേപോലെ ഉണ്ടാവും. ഇത് നല്ല മണമുള്ള വള്ളി മുല്ലയാണ്. നിറച്ച് കട്ടിയുള്ള കുറേ ഇതിലുള്ള അടുക്കടുക്കായിട്ട് ഇതിലുള്ള മുല്ലയുടെ തൈയാണേ. അശ്വിന്റെ തറവാട്ട് വീട്ടില് കുറെ സ്ഥലങ്ങളും തോട്ടങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അവിടെ പോയിട്ട് അവനിങ്ങനെ മാങ്ങ പറിച്ചിട്ട് വന്നൊന്ന് ഞാനെന്താ പറഞ്ഞല്ലോ, അതെല്ലാം വൈകുന്നേരം ആവും വന്നു കഴിഞ്ഞപ്പോ എല്ലാം കഴുകി എടുത്ത് വെച്ചു കേട്ടോ. ഇങ്ങനത്തെ പണിയൊക്കെ ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ വലിയൊരു ഭരണി എടുത്തു കൊടുത്തു. അപ്പൊ അതിലേക്ക് അവൻ ഉപ്പുമാങ്ങയായിട്ട് ഇടും. ബാക്കി കുറച്ച് കേടുള്ളതിന്റെ ഒക്കെ സൈഡ് ചെത്തിയിട്ട് അച്ചാറിട്ടോളാൻ പറഞ്ഞ് അവൻ കുറച്ച് സെപ്പറേറ്റ് ആക്കി വെച്ചു. അതങ്ങനെ. പിന്നെ ഞാൻ പകലിതാ നമുക്ക് ഒരു 3 ഇങ്ങനത്തെ എടന മരം ഞാനിപ്പോ നട്ടു വളർത്തി ഇത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിൽ നിന്ന് കുറച്ച് ഇലകൾ പൊട്ടിച്ച് നല്ല ചക്കയപ്പം ഉണ്ടാക്കിയ ഭയങ്കര ഫേവറേറ്റ് ആണ് കേട്ടോ. അശ്വിന് അത്ര ഇഷ്ടമൊന്നുമില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. അപ്പൊ അതൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവൻ പാല് മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നല്ലൊരു ചായയും കൂടി വെച്ച് ചക്കയപ്പവും അതുപോലെ നല്ല പാൽ ചായയും. നൊസ്റ്റാൾജിയാണ് കൂട്ടുകാരെ, എന്തൊരു രുചിയാണെന്നറിയോ. അതങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാൻ ആയിരുന്നേ. കുറച്ച് നെയ്ച്ചോറ് ഉണ്ടാക്കിയായിരുന്നു, പിന്നെ ചിക്കൻ വറുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഡിന്നറൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ നേരെ നാളത്തേന് കൊറിയർ പാക്ക് ചെയ്ത് ഇന്ന് കുറെ അങ്ങ് പാക്ക് ചെയ്യാൻ ഓർത്തു, ഷൂട്ട് ചെയ്ത് വെക്കാൻ ഓർത്തു. അങ്ങനെ അപ്പം അത് കഴിഞ്ഞിട്ട് ഇനി കുളിച്ച് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാം. അപ്പൊ ഞാൻ അതെല്ലാം ഷൂട്ട് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പൊ ഒത്തിരി സാധനങ്ങൾ നമ്മൾ ഇടുന്ന എല്ലാവരും മേടിക്കുന്നുണ്ട്. ഇങ്ങനത്തെ മൈക്രോഫൈബറിന്റെ വെള്ളം എല്ലാം അബ്സോർവ് ചെയ്യുന്ന ഇങ്ങനത്തെ ചവിട്ടികൾ, ഇതെല്ലാം റൂമിന്റെ മുമ്പിലും പിന്നെ ബാത്റൂമിന്റെ മുമ്പിലും കിച്ചണിലും ഒക്കെ ഇടാൻ പറ്റുന്ന അടിപൊളി സാധനങ്ങളാണ്. അങ്ങനെ എല്ലാം ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചു. ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്തിട്ട് ഇടാം കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് കൂട്ടുകാരെ എന്റെ ഒരു കുഞ്ഞു ദിവസം. പിന്നെന്താ, അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൊഡക്റ്റുകളൊക്കെ വേണമെങ്കിൽ നേരെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് പോരെ, എനിക്കൊരു ഹായ് വിട്ടോളൂ. അല്ല എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിലും വോയിസ് ഇട്ടോളൂ. പിന്നെ നമുക്ക് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ചക്കയപ്പം ഉണ്ടാക്കിയതാട്ടോ. കുറെ തേങ്ങയൊക്കെ ഇടും. നമുക്ക് തേങ്ങ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പൊ ആ തേങ്ങയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇത് കണ്ടോ പച്ചക്ക് എന്നെ എടുത്ത് തിന്നു കേട്ടോ. ഇതിനെല്ലാം തിരക്കാം. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഓരോ ദിവസം ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പൊ എന്തെങ്കിലും പ്രൊഡക്റ്റ് വേണമെങ്കിൽ നേരെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് അല്ലെങ്കിൽ വന്ന് നോക്കൂ. നിങ്ങൾക്ക് ഉപകാരമുള്ള ഒത്തിരി പ്രൊഡക്റ്റുകളുണ്ട്. അത്രയും ലേഡീസിന് ഉപകാരമുള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ സെയിൽ ചെയ്യുന്ന വെറൈറ്റി പ്രൊഡക്റ്റുകൾ. അപ്പൊ എന്തായാലും വാട്സപ്പിലേക്ക് ഒന്ന് വായോ, എനിക്കൊരു ഹായ് വിടും ഇപ്പൊ തന്നെ കേട്ടോ. അപ്പൊ ഓക്കെ, ടാറ്റാ, ഗുഡ് നൈറ്റ്.